MSM കിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല കാര്യങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തേത്. നമ്മുടെ മിന്നൂസ് ഷോപ്പിങ്ങിന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തനിയെ കണ്ണെഴുതാൻ പഠിച്ച ശേഷം വീട്ടിൽ ഐലൈനറിന് നല്ല ചെലവാ. മെയ്ജ കണ്ണെഴുതുന്നത് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് മിന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, അവളെ ഫോട്ടോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇനി നമുക്ക് വഴിയിലെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. നമുക്കങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങണം. അത് മാത്രമല്ല, ഇന്ന് നമുക്ക് വൈകിട്ട് മേജബീൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടെ പോകാനുണ്ട്. അങ്ങനെ എല്ലാവരും നടന്ന് മെയിൻ റോഡ് എത്താറായിട്ടുണ്ട്. ഈ വഴി നേരെ ചെന്ന് നിൽക്കുന്നത് മെയിൻ റോഡിലാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു നെയ്ബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിട്ടായിട്ട് കുറച്ചു നേരം വഴിയിൽ നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഈ യാത്ര നേരെ ചെന്നെത്തിയത് കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ആ ടെക്സ്റ്റൈൽസിനാണ്. നമ്മൾ വീണ്ടും പോയത് എന്താണെന്ന് വെച്ചാൽ, യാമയ്ക്ക് 2 നൈറ്റി എടുക്കണമായിരുന്നു. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി വേണം. ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് നൈറ്റി എടുക്കുന്നത്. ഓൺലൈനിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലൊക്കെ നല്ല എമൗണ്ട് ആണ്. പക്ഷേ ഷോപ്പിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. അത്യാവശ്യം നമുക്ക് നല്ല വിലയ്ക്കാണ് കിട്ടിയത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന നൈറ്റിയൊക്കെ കാണിച്ചു. അതിൽ നിന്ന് 2 എണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ നീല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ യാമാക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യെല്ലോയും റെഡും ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. റെഡ് അല്ല, അതൊരു മെറൂൺ കളറാണ്. ഇത് രണ്ടുമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡ്രസ്സ് പാക്ക് ചെയ്ത് ബില്ലൊക്കെ ആവുന്നത് വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്ത സമയത്താണ് മിന്ന വീണ്ടും ആ ടോയ് കണ്ടിട്ട് ബഹളം വെക്കാൻ തുടങ്ങിയത്. വേറൊന്നുമല്ല, ഇന്നലെ അവള് ചോദിച്ച ടോയ്ക്ക് പകരം വേറൊരു ടോയ് ആണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പം ഇന്നും ആ കടയിൽ കയറിയപ്പം അവൾ ആ ടോയ് കണ്ടിട്ട് അവൾക്കത് വേണം എന്നൊരു വാശിയിലേക്ക് പോയി. അപ്പം നിർബന്ധം പിടിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. വലിയ നിർബന്ധം ആകുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു, ബില്ല് പേ ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ATM-ലേക്കാണ്. ATM-ൽ പോയി ക്യാഷ് എടുത്തിട്ടാണ് വലത് സ്റ്റോറിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇക്കായുമായിട്ട് ATM-ൽ പോകുമ്പോഴെല്ലാം മിന്നയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വേറൊന്നുമല്ല, കാർഡ് ഇടുന്നതും ക്യാഷ് കളക്ട് ചെയ്യുന്നതും ഒക്കെ അയാൾക്ക് തനിയെ ചെയ്യണം. പറ്റത്തില്ലെങ്കിലും അയാൾക്ക് ചെയ്യണം. അങ്ങനെ ATM-ൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ കടയിലേക്ക് പോവുകയാണ്. മിക്കവാറും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഈ ഷോപ്പിൽ നിന്നാണ്. ഇവിടെ മേജയുടെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ സെയിൽസ് ഗേളായിട്ട് നിൽക്കുന്നുണ്ട്. ആ ചേച്ചിയാണ് നമുക്ക് സാധനങ്ങളെല്ലാം മിക്കവാറും എടുത്ത് തരാറുള്ളത്. ആ ചേച്ചിയെ കണ്ട് ലിസ്റ്റ് അങ്ങ് ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അധികം അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കടയിൽ ചെന്ന സമയത്ത് ആ ചേച്ചിയെ കണ്ടില്ല. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ അകത്തുണ്ട് എന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ സാധനങ്ങളുടെ വിലയും ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോഴത്തേക്കും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. മിച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് പായസം ഉണ്ടാക്കാനും അതുപോലെ കുർക്കുറ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ചവ്വരി എടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡും കൂടി വാങ്ങിക്കുന്നുണ്ട്. പൗച്ചിലെ മിൽക്ക് മെയ്ഡാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. ഞങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നത് പോലെ മെയ്ജായി ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നിനുമല്ല, മിച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് അതും നോക്കി. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. മിച്ചുവിനെ യാമയുടെ കൂടെ നിർത്തിയിട്ട് ഞാനും മേജായും മിന്നായും കൂടി പോയാണ് ഗിഫ്റ്റ് എടുത്തത്. വേറൊന്നുമല്ല, ഒരു ബോക്സാണ് വാങ്ങിച്ചത്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ 5th ആൾ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. എപ്പോഴും ഓരോ മിഠായിയും അങ്ങനെ സ്വീറ്റ്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാവുമ്പം കുഞ്ഞിന് ഉപകാരമാകുമല്ലോ. നമുക്കിനി എന്തായാലും ബോക്സ് വാങ്ങണം. അപ്പം ആളിന് ഗിഫ്റ്റ് കൊടുക്കുന്ന രീതിയിലാവുമ്പോൾ ബോക്സും ആവും ഗിഫ്റ്റും ആവും എല്ലാം ആവും. പിന്നെ അതിൻ്റെ കൂടെ 2 പേനയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോഴത്തേക്കും ഒരുവിധം എല്ലാ സാധനങ്ങളും ചേച്ചി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. മൈദ എടുത്തില്ലെന്നോ? അത് ഗ്രീൻ പീസ് എടുത്തത്. എടുത്ത് ഇത് പെരുംജീരകോ? അപ്പൊ ആദ്യം എടുത്തതാണ് നിൽക്കാം. ഇതെന്തോ സംഭവം? അത് വേണോ? വെട്ടുമലക്കറി വേണ്ടേ? വെട്ടിമലക്കറി വേണം. ഇതവിടെ കറിയുണ്ട്. അതന്നെ അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ പറക്കി വെച്ച് ഞങ്ങൾ കയ്യിൽ കയറി. ഇടത് സൈഡിൽ കാണുന്ന മിച്ചു പഠിക്കുന്ന സ്കൂളാണ്. ഓരോരുത്തർ പൊട്ടിയില്ലേ? എങ്ങനെയുണ്ട് മിന്നു? ഇടുന്നതിന് മുമ്പേ അഭിപ്രായം പറയാന്നോ? പാലിന്റെ പോലത്തെ
ഒരു ബ്രെഡും കൂടി വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് ബ്രെഡ് വാങ്ങിക്കാൻ മറന്നുപോയി. ഇനി നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കടയുണ്ട്, നമുക്ക് അവിടേക്ക് പോയി ബ്രെഡ് കൂടി വാങ്ങിച്ചിട്ട് വരും. കുറച്ച് ചീസ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. പിസ്സയുടെ മുകളിലെ ഫില്ലിങ്സ് ഒന്നും വലിയ പിടുത്തമല്ലാത്തതിനാൽ മിന്ന മാത്രം അത് കഴിച്ചില്ല. മിന്ന സാധാ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് കഴിച്ചത്. ബാക്കി എല്ലാവരും ബ്രെഡ് പിസ്സ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ചെന്ന സമയത്ത് കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്ന് ഞാൻ അവിടെ സൈഡിലൊന്ന് കൊട്ടിയപ്പോൾ മാമ വന്ന് സാധനം എടുത്ത് തന്നു. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു. രാവിലെ പോയതുകൊണ്ട് നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്തിരുന്നില്ല. വെട്ടുമലക്കറി വാങ്ങിച്ചത് കൊണ്ട് ഇന്ന് സാമ്പാറും അവിയലും വെക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിയലിനുള്ള പച്ചക്കറികളെല്ലാം കഴുകി അരിയുകയാണ്. ഈ സമയത്താണ് ഞാൻ ബ്രെഡ് പിസ്സ തയ്യാറാക്കിയത്. ബ്രെഡ് പിസ്സ കുഞ്ഞുങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ പോയി തേങ്ങയൊക്കെ തിരികിയിട്ടുണ്ടായിരുന്നു അവിയലിനുള്ള. ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേകാൻ വെച്ചിരിക്കുകയാണ്. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് അതിൽ അരപ്പൊക്കെ ചേർത്ത് നല്ല സൂപ്പർ അവിയലാക്കി എടുക്കും. ഇനി നമ്മൾ മേജയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. മേജയുടെ ഫ്രണ്ട് എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, ഫാമിലി ഫുള്ളും നമ്മുടെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറയാം. ഓട്ടോയിൽ പോകാമെന്ന് കരുതിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ജംഗ്ഷനിൽ ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഓട്ടോ വരികയാണെങ്കിൽ കയറാമെന്ന് കരുതി ഞങ്ങൾ നടന്ന് ഞങ്ങൾ അങ്ങ് എത്തിയിട്ട് ഓട്ടോ ഒന്നും വലുതായിട്ട് വന്നില്ല. വന്ന ഓട്ടോയിലൊക്കെ ആളുണ്ടായിരുന്നു. അപ്പൊ പിന്നെ കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി നടക്കുകയാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊരു വയലുണ്ട്. കാരിക്കുഴി വയലെന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ഒരു വയലും ഒരു തോടും ഒക്കെ ഉണ്ട്. തോട്ടിൽ നിറയെ ഇപ്പോൾ പായല് ഒരു ചെടി പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് വെള്ളമൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ തോട് കാണിച്ചു തരാം. വയലിൽ കുറച്ച് പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നല്ല കാറ്റാണ് ഇതുവഴി നടന്നു പോകുമ്പോൾ. നല്ല കാറ്റാണ്. സൈഡിലൊക്കെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഇടാറുണ്ട് ആൾക്കാർ. അതിന്റെ ചെറിയ ചെറിയ സ്മെല്ലുകൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കും. അതൊഴിച്ചാൽ നല്ലൊരു രസമാണ് കാണാനായാലും. നല്ല ഭംഗിയാണ് അവിടെ. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഇടവഴി എത്താറായിട്ടുണ്ട്. ഇടവഴി എന്ന് പറയാൻ പറ്റത്തില്ല, അത് ചെറിയ റോഡ് തന്നെയാണ്. ഈ വഴി അകത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ സ്ഥിരമായി വരാറുള്ള ഫ്ലവർ മില്ല് എത്തുന്നത്. ഇവിടെ കൊണ്ടുവന്നാണ് നമ്മൾ അരിയും മല്ലിയും മുളകും ഒക്കെ പൊടിപ്പിക്കാറുള്ളത്. വേണടാ. ഇതാണ് മില്ല്. അങ്ങനെ നമ്മൾ പതുക്കെ നടന്ന് കൃഷ്ണയുടെ വീട്ടിലെത്തി. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരികെ പോയി. ഇപ്പം നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ്. അതായത് പച്ചക്കറി വാങ്ങിച്ചിരുന്നല്ലോ നമ്മൾ ഇന്നലെ, അത് വെച്ചിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കിയാണ്. വൻപയറും മത്തങ്ങയും കൂടി ഇട്ടുള്ള ഒരു എരിശ്ശേരി. കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ വസുദേവിന്റെ ഫാദറും മദറും വന്നിട്ടുണ്ടായിരുന്നു. അവര് ഗിഫ്റ്റ് കൊണ്ടുവന്നു. നമുക്ക് അത് അൺബോക്സിംഗ് ആണ് കേട്ടോ. വീഡിയോ എടുക്ക് വരുന്ന ഇവിടെ ഉണ്ടാക്കാം. മിന്നാക്ക് കാണിച്ചു കൊടു. അത് കാണീരടി ആളാ ചെയ്തോണ്ടിരുന്നത്. താങ്ക് യു വസുദേവ്. താങ്ക് യു വസുദേവ്.
നമ്മുടെ വീടിന് മുകളിൽ ഷീറ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ജോലിക്ക് നിൽക്കുന്ന ആ പിള്ളേരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നിസുവിന് അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. നെയ്ജാടെ സ്കൂളിൽ തന്നെയാണ് നിസുവിനും അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി വഴിയിൽ വന്ന് നിന്നു. അപ്പോഴത്തേക്കും ഒരു ഓട്ടോ കിട്ടി. അങ്ങനെ ആ ഓട്ടോയിൽ നമ്മൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളെത്തി ലേക്ക് കയറുകയാണ്. ഇതാണ് മേജ പഠിക്കുന്ന സ്കൂള്. അവിടെ തന്നെയാണ് ഇനി മിസ്സും പഠിക്കാൻ പോകുന്നത്. അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് എത്തിയതാണ്. പിന്നെ ഇവിടെ നില്ലേ അവര് പോട്ടെ. ഇന്നാണ് മിസ്സുവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ മിസ്സ് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങിയൊക്കെയാണ് അഡ്മിഷൻ എടുക്കാൻ പോയിരിക്കുന്നത്. മിസ്സുവിൻ്റെ ബർത്ത്ഡേയും മിസ്സു അഡ്മിഷൻ എടുത്ത ദിവസവും ഒരേ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അത് 23-ാം തീയതിയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോയിരുന്നിട്ടുണ്ടായിരുന്നത്. അയാളെ ടീച്ചർമാര് വന്ന് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് മിഠായും തേനൊക്കെ കൊടുത്തപ്പോ അയാൾ പറഞ്ഞ അയാൾക്ക് വളർത്തിങ്ങി പോയാൽ മതി. അവരെ അത് പറ്റത്തില്ല, എന്റെ സ്കൂളിൽ വന്നാ മതി. ഓടി വാ. അനിയത്തിയുടെ ബർത്ത്ഡേക്ക് ഇയാളും ഈ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിറങ്ങി എന്താ? നീ വഴിയിലൊന്നും വെച്ച് ഉമ്മാരുടെ അടുത്ത് ഒന്നും ചോദിക്കരുതേ. ബർത്ത്ഡേക്ക് എന്ത് സർപ്രൈസ് കേട്ടാ. അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അറിയാം. അല്ല, അയാളാണെങ്കിലേ അങ്ങനെയുള്ള എന്തോ നമുക്ക് സ്വയം തരത്തില്ല. പക്ഷെ ഇയാൾ അങ്ങനല്ല. ഇയാള് പറഞ്ഞ സമാധാനം ഉണ്ട് നമുക്ക്. ഒരു 3 പേരാണ്. 3 പേരാ. വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടായിരുന്നു കൊണ്ടുപോയത്. മിച്ചുവിന് അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് അവളെ സ്കൂൾ ഫുള്ളും ചുറ്റി കാണിച്ചു കൊടുക്കണമെന്നൊക്കെ. അങ്ങനെ മേജ മിസുവിന് സ്കൂളും പരിസരമൊക്കെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അയാള് സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളെല്ലാം കൊണ്ടുനടന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ അത്തിമരവും ചാമ്പമരവും ഒക്കെ കടന്ന് ഞാവൽ മരത്തിലേക്ക്, അതായത് ഞാവൽ മരച്ചുവട്ടിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ മുഴുവനും ഞാവൽപ്പഴം താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് നോക്കി നോക്കി നടക്കുക, ഇത് എന്താ ഇത്, പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്, അത് വേറെ സത്യം. അങ്ങനെ അതുവഴിയൊക്കെ നടന്നു പോയി അവസാനം മാവിൻ ചുവട്ടിൽ മാവിൻ ചുവട്ടിലെത്തിയപ്പോ മാങ്ങ കിട്ടി. പിന്നെ ആ മാങ്ങയായിട്ട് ഓടി വരികയാണ്. ഇനിയും പോയി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് തിരിഞ്ഞു ഓടുകയാണ്. അത് വേറെ ആരും എടുത്തിട്ടിരിക്കുന്നല്ലേ? നമ്മളെ ഒന്ന് കൊണ്ടാക്കുമെന്ന് ജസ്റ്റ് ബസ് പോലെ അവിടെയാണ് നിർത്തുന്നത്. അങ്ങനെ തിരികെ എത്തിയപ്പോഴത്തേക്കും ആളുകളെല്ലാം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്താൻ ഇനി കുറച്ച് ദൂരമേ ബാക്കിയുള്ളൂ എങ്കിലും അടുത്ത കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാതെ വീട്ടിലേക്ക് കയറുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മേജാക്കും മിസുവിനും മിന്നയ്ക്കും. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പായസത്തിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ തുടങ്ങി. നെയ്യാമ്മ വെർമിക്കൽ ഇവിടെ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുറുമിയും വാവമാരും നല്ല സുഖമായ ഉറക്കത്തിലാണ്.
ഇനി നമുക്ക് പായസം വെക്കുന്നത് കാണാം. ചവ്വരി വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചവ്വരി വേവിച്ച് മുന്തിരി വഴറ്റി കഴിയുമ്പോഴേക്കും പിന്നെ അടിയുണ്ടാക്കാൻ വന്നു. അങ്ങനെ ബാക്കി വീഡിയോസ് ഒന്നും അങ്ങനെ മിച്ചുവിനുള്ള കേക്ക് എത്തി. ഇക്കയുടെ ഫ്രണ്ടിന്റെ വൈഫാണ് ഷാന. അവളാണ് കേക്ക് ചെയ്തു തന്നത്. കേക്കിന്റെ കാര്യം മിസ്സുവിന് നേരത്തെ അറിയത്തില്ലായിരുന്നു. മിസ്സുവിന് മാത്രമല്ല ആരും അറിയാതെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാ. പക്ഷെ മെയ്ജി ഇങ്ങനെ ചോദിച്ചു ഉമ്മി കേക്ക് വാങ്ങണ്ടേ ചോദിച്ച് ലാസ്റ്റ് സ്വൈരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു മോളെ കേക്കൊക്കെ ഉണ്ട്, സമയമാകുമ്പോൾ കേക്കൊക്കെ വരുമെന്ന്. അങ്ങനെ മെയ്ജാക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു കേക്കിന്റെ കാര്യം. പക്ഷെ മെയ്ജ പരമാവധി പിടിച്ചു നിന്നു. മിസ്സിരി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മിസ്സു കേക്ക് കണ്ട് വണ്ടടിച്ച് നിൽക്കുകയാണ്. മിസ്സുവിന് ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് വേണമെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. ഷോപ്പിൽ പോയാൽ ഇയാൾ എപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു തവണ പറഞ്ഞു എനിക്ക് ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് വേണം ഉമ്മയെന്ന്. അപ്പം ഞാൻ കരുതി ഇപ്രാവശ്യം ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് തന്നെ കൊടുക്കാമെന്ന്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് സുറുമി എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ഒരു അൺബോക്സിങ്ങും കൂടി കാണാം നമുക്ക്. ഈ അൺബോക്സിങ്ങോട് കൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം. എപ്പോഴും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായി ഉണ്ടാകണം. ഇത് നാമുവിന് വേണ്ടി വാങ്ങിയതാണ്. നാമുവിന് ഇഷ്ടപ്പെട്ടു. നാമുവിന് സെലക്ട് ചെയ്തതാണ്. നാമു എപ്പോ എന്തെടുത്താലും ചുമപ്പ് എടുക്കത്തുള്ളൂ. കാരണം നാമുവിന് ചുമപ്പാ ഇഷ്ടം. മൊത്തം ചുമപ്പാ ഉള്ളത്. മിന്നു പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ഫുള്ള് ഓപ്പൺ ആട്ടോ. ഫുള്ള് വീഡിയോയും കാണണം, ഫുള്ള് വീടും കാണണം, കമന്റ് ചെയ്യണം. ഇനി എന്തുവാ? ഇനി ഒന്നുമില്ല. അപ്പൊ ബൈ. അപ്പം ബൈ.